ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായം സാഖ്യ യോഗ. സാഖ്യയോഗയിലെ 50-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ബുദ്ധിയുക്തോ ജഹാതിഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്വ യോഗഃ കർമ്മസു കൗശലം. അർത്ഥം നോക്കാം. ബുദ്ധിയുക്തോ അർത്ഥം ബുദ്ധിയോടെ, ജഹാതി ഉപേക്ഷിക്കുക, ഇഹ ഈ ജീവിതത്തിൽ തന്നെ, ഉഭേ രണ്ടിലും, സുകൃത ദുഷ്കൃതേ നന്മ തിന്മകൾ, തസ്മാത് അതുകൊണ്ട്, യോഗായ സംയോഗം, യുജ്യസ്വ നിന്നെ തന്നെ സമർപ്പിക്കുക, യോഗഃ ബന്ധം, കർമ്മസു പ്രവൃത്തി, കൗശലം വൈദഗ്ധ്യം. ഇനി നമുക്ക് ശ്ലോകാർത്ഥം നോക്കാം. ഈ ലോകത്തിൽ നിരന്തരമായ ഈശ്വര ബുദ്ധിയിൽ അഭയം തേടിയ ആൾ പുണ്യപാപങ്ങൾ രണ്ടും കൈവെടിയുന്നു. അതുകൊണ്ട് ഈശ്വരപ്രാപ്തിക്കായി യത്നിക്കുക. ഈശ്വര ബുദ്ധിയാണ് കർമ്മ അനുഷ്ഠാനങ്ങളെ സമർത്ഥമാക്കി തീർക്കുന്നത്. അർത്ഥം ഇങ്ങനെയാണ്: ഈ ശരീരം കൊണ്ട് ചെയ്യാൻ ബാധ്യസ്ഥമായ കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു തീർക്കുക. ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള ചിന്ത മാറ്റിവെക്കുക. നമ്മളെല്ലാവരും ഈശ്വരൻ്റെ കൈകളിലെ കളിപ്പാട്ടം ആണെന്ന് ചിന്തിക്കുക. നമ്മോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. ആത്മാവിനെ ഇതൊന്നും ബാധിക്കുന്നതല്ല. വ്യാസഭഗവാനെ ഭഗവാൻ സൃഷ്ടിച്ചതു തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവത്ഗീതയും മഹാഭാരതവുമൊക്കെ എഴുതുന്നതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ വിതുരരെ ആയാലും എല്ലാവരെയും, നമ്മളെ ഓരോരുത്തരെയും ഭഗവാൻ നമ്മളെ സൃഷ്ടിക്കുമ്പോൾ ഭഗവാന് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി നമ്മൾ ചലിക്കുമ്പോഴാണ് ദോഷങ്ങൾ നമ്മളിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ കുട്ടിയും, ഓരോ മനുഷ്യനും ശരിയേത് തെറ്റേത്, ഭഗവാന്റെ പാത ഏത്, ഭഗവാനെ വിശ്വസിച്ചു ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെ, ഇതൊക്കെ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടത്. ആ ജ്ഞാനം അർജുനന് ഇല്ലായിരുന്നത് കൊണ്ടാണ് കൃത്യമായ ഉപദേശ രൂപത്തിൽ ഭഗവത്ഗീത ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മളെല്ലാവരും തെറ്റുകളിലേക്ക് പോകുന്നത് കൃത്യമായ ജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നിരന്തരമായി നാമം ജപിക്കുവാനും ഭഗവാന്റെ കഥകൾ കേൾക്കുവാനും ഭഗവത്ഗീത പോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുവാനും പറയുന്നത്. ഭഗവാൻ നേർവഴി കാണിച്ചു തരണമേ, തെറ്റായ വഴികളിലൂടെ നമ്മളെ സഞ്ചരിപ്പിക്കരുതേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കുവാൻ പറയുന്നതും അതുകൊണ്ടാണ്. ഒരു രാത്രിയുണ്ടെങ്കിൽ ഒരു പകലുണ്ട്, നന്മയുണ്ടെങ്കിൽ തിന്മയുമുണ്ട്, ദൈവമുണ്ടെങ്കിൽ പിശാചുമുണ്ട്. പിശാചുക്കളുടെ വലയിൽ അകപ്പെട്ടു പോകാതെ ദൈവത്തിൻ്റെ വഴിയിലൂടെ മുമ്പോട്ട് പോയാൽ സമാധാനപൂർണമായ ഒരു ജീവിതം നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. അത് സ്നേഹപൂർണമായ ഒരു ജീവിതമാണ്. സ്നേഹപൂർണമായ ഒരു ലോകമാണ് ഈശ്വരൻ്റെ ലോകം.
ആ ലോകത്തിലൂടെ നമ്മൾ ഓരോരുത്തരും ചരിക്കണമെങ്കിൽ ഈശ്വരൻ എന്താണ് പറഞ്ഞു തന്നിരിക്കുന്നത്, എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. അതുകൊണ്ടാണ് നാമം ജപിക്കുവാനും ഭഗവാന്റെ കഥകൾ കേൾക്കുവാനും ഭഗവത്ഗീത പോലെയുള്ള ഗ്രന്ഥങ്ങൾ, പുണ്യപുരാതന അറിവുകൾ പഠിക്കുവാനും പറയുന്നത്. പക്ഷേ മനുഷ്യർക്ക് അതിനൊന്നും താല്പര്യമില്ല. അതാണ് ഈ കലിയുഗത്തിൻ്റെ ദോഷവും. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.